അനന്യനായ കർത്താവിന് ഇന്ന് പകലിൽ നമുക്ക് നമ്മുടെ പിതാവെന്ന് വിളിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെന്ന് വിളിക്കുവാൻ തന്ന ആ ഭാഗ്യ പദവിയെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽ നമ്മെ ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അനേകായിരങ്ങൾക്ക് കോടികൾക്ക് ലഭിക്കാത്ത മഹൽ ഭാഗ്യമാ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന് നമുക്ക് കർത്താവ് ദാനമായി നൽകിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ക്രൂശിൽ എൻ്റെ കർത്താവ് കിടക്കുമ്പോൾ അപ്പൻ്റെ മുഖത്ത്, അപ്പൻ്റെ കണ്ണിന് മുൻപിൽ ഞാനില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ മുഖം എൻ്റെ അപ്പൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൻ എന്നെയും ഓർത്തു. ലോകസ്ഥാപനത്തിന് മുൻപ് എന്നെ കണ്ട കർത്താവ്. ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഒരു കാര്യം നാം മറന്നു പോകല്ല, അന്നപ്പൻ നമ്മളെ ഓർത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എത്രമാത്രം അപ്പന് നന്ദി കരയറ്റണം, സ്തുതി കരയറ്റണം എന്നൊന്നും നമുക്കറിയത്തില്ല. നീചപാത്രമായിരുന്നു നമ്മളെ കർത്താവ് തൻ്റെ കരങ്ങളിലെടുത്തു, ഉടച്ചു വാർത്ത് തനിക്ക് പ്രിയമുള്ള ഇഷ്ടമുള്ള പാത്രമാക്കി അപ്പൻ തീർത്തു. സ്തോത്രം. ഈ പാത്രത്തിൽ കുറവുകളില്ലാഞ്ഞിട്ടല്ല, കുറ്റങ്ങളില്ലാഞ്ഞിട്ടല്ല, അതോരോ ദിവസവും പരിഹരിച്ച് സ്തോത്രം അപ്പൻ നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യാം. ഐ കൺസിഡർ ദിസ് ആസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹീത നിമിഷങ്ങൾ ആ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുന്നത്. കാരണം ഈ വചനം എടുക്കുവാൻ യോഗ്യനല്ലാതിരുന്ന എന്നെ യോഗ്യനാക്കി തീർത്ത എൻ്റെ കർത്താവിന് എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ആരാധനയും ഇന്ന് പകലിൽ അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പ്രകാരം ഒരു അവസരം കൂടെ കർത്താവ് നൽകിയ കൃതദാസനോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ തിരുവചന ധ്യാനത്തിനായി പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കുന്നു. The Gospel of Matthew chapter 8 verses 1 to 4. എന്ന് പറഞ്ഞു. മതി. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ വചനം ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞ സമയം മുതൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അനേക വേദഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നുവെങ്കിലും പ്രൈസ് ദി ലോർഡ് കഴിഞ്ഞ അനേക ആഴ്ചകളായി ദൈവസന്നിധിയിൽ ശാന്തമായി ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ കരം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ അതിൽ നിന്നും ആ ഭാഗത്തേക്ക്, അതിൻ്റെ വിശാലതയിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു വാക്കാണ്, ഞാൻ നിന്നെ തൊട്ട് വിടുവിക്കുന്ന ദൈവമാണ്. ദ ടച്ച് ഓഫ് ഗാഡ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ തൊടിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരൊറ്റ വ്യക്തികൾ പോലും ഇന്ന് ഇവിടെ ഇരിപ്പില്ല. എന്നാൽ ഇന്നും ആ കരത്തിൻ്റെ സ്പർശനം ഏൽക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അനേക വിഷയങ്ങളുണ്ട്. നാം ഈ ആലയത്തിലേക്ക് ഇന്ന് പകൽ കടന്നു വന്നത് ഒരു പക്ഷെങ്കിൽ വിവിധ വിഷയങ്ങളുമായിട്ടായിരിക്കാം. അത് ഫിസിക്കലാകാം, ഇമോഷണലാകാം, സ്പിരിച്വലാകാം, മറ്റ് ഏതെല്ലാം മേഖലകളിലൂടെ ആയിക്കൊള്ളട്ടെ. ഈ ആലയം വിട്ട് ഇന്ന് നാം കടന്നു പോകുമ്പോൾ ആ വിഷയങ്ങളിൽ സ്വർഗത്തിലെ അപ്പൻ്റെ കരത്തിൻ്റെ സ്പർശനമേറ്റിട്ടേ നാം കടന്നു പോകാവൂ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. തൊട്ട് മുൻപുള്ള നമുക്കറിയാം മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ള പ്രൈസ് ദൈവവചനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, ജനത്തിനോട് കൊടുത്ത അതിശക്തമായ ദൂതുകളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ ആ 8-ാം അധ്യായത്തിൻ്റെ തൊട്ട് മുൻപുള്ള വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. സ്തോത്രം. അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. വചനം കേൾക്കുമ്പോൾ വിസ്മയിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. പക്ഷേ 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം
ഇതെല്ലാം പറഞ്ഞിട്ട് വാഴ്ത്തപ്പെട്ട കർത്താവ് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വലിയ പുരുഷാരം അവനെ പിന്തുടർന്നു. വിസ്മയിക്കുന്നവരുണ്ട്, പിന്തുടരുന്നവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നു. സ്തോത്രം. അപ്പൊ ധാരാളം പേര് താഴോട്ട് വന്നു, താഴെയും ധാരാളം പേര് നിപ്പുണ്ട്. അതിൽ ഒരു കുഷ്ഠരോഗി വന്നു. അതിൻ്റെ അർത്ഥം അവിടെ ഒരു പക്ഷെങ്കിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായെന്നിരിക്കാം. അനേക രോഗബാധിതരുണ്ടായ ഒരു സാഹചര്യമാകാം കർത്താവ്. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് എപ്പോഴും അനേക രോഗബാധിതർ കടന്നു വരും. പക്ഷേ അതിൽ ഒരു കുഷ്ഠരോഗി വന്ന്, സ്തോത്രം, അവനെ നമസ്കരിച്ചു. ഈ ദൈവവചനം പ്രൈസ് ദി ലോർഡ് ഒത്തിരി ഒന്നും നമ്മൾ വായിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ 27 പ്രാവശ്യം പുസ്തകം വായിച്ചില്ലെങ്കിലും ഒരു പ്രാവശ്യം ഒരു വാക്യമെങ്കിലും ചൊവ്വേ നേരെ വായിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് ആവശ്യമായ എല്ലാ ദൂതും അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ പുരുഷാരം വന്നതിൽ നിന്ന് ഒരു കുഷ്ഠരോഗി, സ്തോത്രം, അവനെ നമസ്കരിച്ചു. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, വളരെ സത്യയോട് കേൾക്കണം കേട്ടോ. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവിന് കൊടുക്കേണ്ട ആരാധന, കൊടുക്കേണ്ട മഹത്വം കർത്താവ് ആരെന്ന് തിരിച്ചറിഞ്ഞ് നാം കൊടുക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒത്തിരി ആരവാരവും ഒന്നും മുഴക്കിയില്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹൃദയത്തിൻ്റെ ഹല്ലേലൂയ അവസ്ഥകളെ തിരിച്ചറിയുന്ന കർത്താവ് നമ്മുടെ ആരാധനയെ സ്വീകരിച്ച് നമ്മളെ വിടുതലോടെ അയക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കുഷ്ഠരോഗി വന്നിട്ട് അവനെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കെന്നല്ല പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതാ നമ്മുടെ ആ ട്രസ്റ്റ്, അതാ നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ പ്രാക്ടിക്കൽ ഹല്ലേലൂയ ആപ്ലിക്കേഷൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഉറപ്പുണ്ട്, ഈ കർത്താവിന് എന്നെ വിടുവിക്കുവാൻ കഴിയും. പക്ഷെ അപ്പ നീ ഒന്ന് മനസ്സ് വെക്കണം. ഇന്ന് പകലിൽ ഏത് വിഷയത്തോടാണോ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്, കർത്താവിന് കൊടുക്കേണ്ട മഹത്വം, കർത്താവിന് കൊടുക്കേണ്ട ആരാധന കൊടുത്തിട്ട് അപ്പനോട് പറ, അപ്പ എൻ്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ അങ്ങയ്ക്ക് കഴിയും. അങ്ങൊന്ന് മനസ്സ് വെക്കണം. ഇന്ന് പകലിൽ ഞാൻ ഈ താഴ്വാരത്തിൽ, ഹല്ലേലൂയ, നീ ആ മലയുടെ മുകളിൽ ഇരിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ഞാൻ ഇവിടെ ഇരിക്കുക അപ്പനൊന്ന് ഇറങ്ങി വരാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അങ്ങയോട് കൂടെ ഉണ്ടായിരുന്ന അനേകർ വിസ്മയം കൂറി താഴേക്ക് ഇറങ്ങി വന്നു. പക്ഷേ ഹല്ലേലൂയ, ഞാൻ കേട്ടത്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കേട്ടതിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു, അങ്ങേക്ക് എന്നെ വിടുവിക്കുവാൻ കഴിയും എന്ന് എനിക്കുറപ്പുണ്ട്. ഇന്ന് പകൽ കടന്നു വന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്, എൻ്റെ കർത്താവിന് എൻ്റെ വിഷയത്തിന് മറുപടി തരുവാൻ കഴിയുന്ന ദൈവമാണ്. അതെത്ര സങ്കീർണമായിക്കൊള്ളട്ടോ, അതെത്ര അല്ലെങ്കിൽ നമുക്ക് പിടിക്കുവാനോ നമുക്ക് തൊടുവാനോ കഴിയാത്ത മേഖലയായിരിക്കാം, പക്ഷെ കർത്താവിന് അത് എല്ലാം അവനാൽ സാധ്യമാക്കി തീർക്കുവാൻ കഴിയും. വിഷയം ലോക്കലായിരിക്കാം, ഗ്ലോബലായിരിക്കാം. ഒരുപക്ഷെ നാം പ്രാർത്ഥിക്കുന്ന വിഷയം ഇവിടെ ആയിരിക്കത്തില്ല, അങ്ങ് അകലെയാകാം. അതിവേഗം പാഞ്ഞു ചെല്ലുന്ന വചനത്തിന്റെ ശക്തി എവിടെയാണോ ഇന്ന് പകല് തൊടേണ്ടത്, ആ വിഷയത്തെ തൊട്ട് നിനക്ക് മറുപടി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. അതിനുശേഷം ആ മറുപടി, സ്തോത്രം, എനിക്ക് മനസ്സുണ്ട്. നീ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തരുന്നതിന് മുൻപ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ വിശ്വാസത്തെ, എന്നിലുള്ള ദൃഢനിശ്ചയത്തെ ഞാൻ നിന്നിലേക്ക് ഇപ്പോൾ പകരുകയാണ്. ഇന്ന് പകലിൽ മനസ്സുണ്ടെന്നുള്ള ശബ്ദം കേൾക്കുവാനല്ല നാം ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ മുൻപിൽ ഞാൻ എൻ്റെ വിഷയം വയ്ക്കുകയാ. എൻ്റെ അപ്പൻ ഇന്ന് എനിക്ക് മറുപടി തരാതെ എന്നെ ഈ ആലയത്തിൽ നിന്ന് അയക്കത്തില്ല. 2026 3-ാം മാസം ഈ പ്രഥമ ദിനത്തിൽ പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ഓർപ്പിക്കുന്ന ദൂത, നിന്റെ വിഷയം എത്ര സങ്കീർണമായിക്കൊള്ളട്ടെ, നിന്റെ ചുറ്റുമുള്ളവർ പ്രൈസ് ദി ലോർഡ് വചനം കേട്ട് വിസ്മയിച്ചിരിക്കുന്നവരായിരിക്കാം.
അവനെ പിന്തുടർന്നവരായിരിക്കാം, പക്ഷെ നീ അനുഭവിക്കുന്നവനായി മാറണം. Praise the Lord. Hallelujah. The cleansing touch of our Lord. Praise the Lord. ലേവ്യ പുസ്തകത്തിൽ നാം നോക്കിയാൽ നമുക്കറിയാം, കുഷ്ഠം ബാധിച്ചവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യഹോവയായ ദൈവം മോശയോടും അഹരോനോടും പറയുക, അങ്ങനെയുള്ളവരെ പ്രൈസ് ദി ലോർഡ് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുചെല്ലണം കേട്ടോ. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും. ഒടുവിലായി പുരോഹിതൻ അവനെ വിളിക്കുന്നൊരു പേരുണ്ട്, അതിൻ്റെ പേരാ അശുദ്ധൻ. പ്രൈസ് ദി ലോർഡ്, ദി അൺക്ലീൻ പേഴ്സൺ, അശുദ്ധൻ. നിങ്ങൾ വിചാരിക്കും പ്രൈസ് ദി ലോർഡ് എന്തിനാ ഈ അഡീഷണൽ ഒരു വാക്യം ഇവിടെ എഴുതിയെന്ന്. ഉടനെ കുഷ്ഠം മാറി, അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്, ഇവർ നീ ആരോടും പറയണ്ട, പക്ഷെങ്കിൽ ഒരാളിനോട് പറയണം. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. നിന്നെ അൺക്ലീൻ എന്ന് ഡിക്ലെയർ ചെയ്ത് ഇതുവരെ മാറ്റി നിർത്തിയവൻ്റെ മുൻപിൽ നിന്നെ കൊണ്ട് നിർത്തിയിട്ട് അവൻ നിന്നെ നോക്കി പറയും, നിന്റെ പേര് ഇന്നു മുതൽ അൺക്ലീൻ എന്നല്ല, നിന്റെ പേര് ക്ലീൻ, നീ ശുദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ ലോകം നമുക്ക് തന്ന ലേബലുകളൊക്കെ എൻ്റെ അപ്പൻ വലിച്ചു കീറി എറിഞ്ഞിട്ട് പറയും, അവരുടെ മുൻപിൽ നിന്നെ ഞാൻ കൊണ്ട് നിർത്തും. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ കാതുകൾക്ക് ഇമ്പമുള്ളൊരു മെസ്സേജ് തരാനല്ല എൻ്റെ കർത്താവ് പ്രൈസ് ദി ലോർഡ് ഹോൾ നൈറ്റ് കഴിഞ്ഞ് ഇവിടുന്ന് പോയി, അല്ലെ ഉറങ്ങിയപ്പോൾ 2 മണിയായി പ്രൈസ് ദി ലോർഡ്, പക്ഷേ 5 മണിയായപ്പോൾ സ്വർഗത്തിലെ അപ്പൻ തട്ടി ഉണർത്തിയിട്ട് ഹല്ലേലൂയ തന്ന ദൈവീയ ആലോചനയാ ഇന്ന് പകൽ ദൈവസഭയോട് അറിയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ക്ലെൻസിങ് ടച്ച് ഇന്ന് കടന്നു വന്ന ജനത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ആർക്കും അറിയാത്ത ചില കുഷ്ഠങ്ങൾ, ആരോടും പറഞ്ഞിട്ടില്ലാത്ത ചില വിഷയങ്ങളുടെ മേൽ എൻ്റെ സ്വർഗത്തിലെ അപ്പന് നിന്നെ തൊടുവാൻ ഇഷ്ടമുണ്ട്. അവൻ്റെ കരങ്ങളിൽ ഇന്ന് നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് നല്ല ബോധ്യമുണ്ടോ ഇത് ദൈവസഭയോട് തരുന്ന ദൂതാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ആരോടും പറയാതെ നീ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങളുടെ പേർ ദൈവത്തിൻ്റെ കരം ഇന്ന് തൊടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ ഇറങ്ങി വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ദ ക്ലെൻസിങ് ടച്ച്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 50-51 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 50-51 വാക്യം. അതിൽ ഒരുത്തൻ മഹാപുരോഹിതൻ്റെ വെട്ടി ആ ആ ആ അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. ദ ഹീലിംഗ് ടച്ച് ഓഫ് അവർ ലോർഡ്. നമ്പർ 1, ദ ക്ലെൻസിങ് ടച്ച് of our Lord. Number 2, the healing touch of our God. Praise the Lord. മഹാപുരോഹിതൻ്റെ പ്രൈസ് ദി ലോർഡ്, മഹാപുരോഹിതൻ്റെ ദാസനെ അവരിൽ ഒരുത്തൻ വെട്ടി. നമുക്കറിയാം പ്രൈസോ, വെട്ടാനൊക്കെ നല്ല മിടുക്കാം. നമുക്ക് തലങ്ങും വിലങ്ങും നമ്മൾ വെട്ടും, കിട്ടുന്ന അവസരം മുഴുവൻ വെട്ടും, പതുങ്ങിയിരുന്ന് വെട്ടും, നേരെ വന്ന് വെട്ടും. പ്രൈസ് ദി ലോർഡ്. ആര് വെട്ടിക്കോട്ടെ, ഇന്ന് പകൽക്കാലം നിന്നെ സൗഖ്യമാക്കുന്നവൻ്റെ അടുക്കല നീ നിൽക്കുന്നതെങ്കിൽ നിന്റെ സ്വർഗത്തിലെ അപ്പൻ നിന്റെ മുറിവ് കെട്ടും. നീ ആരോടും മല്ല് പിടിക്കാൻ പോകണ്ട. കഴിഞ്ഞ നാളുകളിൽ ഒരു പക്ഷെങ്കിൽ നിന്റെ ഫിസിക്കലി വെട്ടിക്കാണത്തില്ല, പക്ഷെ നിന്റെ ഹൃദയത്തെ കീറിമുറിച്ച, നിന്റെ ചിന്തകളെ കീറിമുറിച്ച, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എത്രയോ സന്ദർഭങ്ങളിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പൻ്റെ സന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ കരഞ്ഞ ദൈവത്തിൻ്റെ പൈതലിനെ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ തൊട്ട് അവനെ സൗഖ്യമാക്കി. ദ ഹീലിംഗ് ടച്ച് ഓഫ് അവർ ലോർഡ്. ഇന്ന് പകലിൽ ഒരു ക്ലെൻസിങ് ടച്ചാണോ കർത്താവിങ്കിൽ നിന്ന് വേണ്ടത്? ഒരു ഹീലിംഗ് ടച്ചാണോ കർത്താവിങ്കിൽ നിന്ന് വേണ്ടത്? എന്തിനും തയ്യാറായി എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമയം വളരെ വേഗത്തിൽ പോകുന്നതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ 8 കാര്യങ്ങൾ പറയാനുണ്ട്. 8 കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നിർത്താൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 29, 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 9-ന്റെ 27 മുതൽ 30 വരെ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ
ആ ആ ആ ആ മതി, അത്രയും മതി. യേശു അവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ശാന്തമായി ചിന്തിക്കണം കേട്ടോ. ആദ്യത്തെ ഭാഗത്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, കുഷ്ഠരോഗി കർത്താവിനോട് പറയുക, നിനക്കെന്നെ സൗഖ്യമാക്കുവാൻ കഴിയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. പക്ഷെ ഇവിടെ ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചും കൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഇവരൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല, അപ്പൻ്റെ അടുക്കൽ വന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവ് എവിടെ നിൽക്കുന്നു എന്ന് കാണുക പോലും ചെയ്യുവാൻ കഴിവില്ലാത്ത കുരുടന്മാർ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പക്ഷേ അവരെ കാണുന്ന ഒരപ്പൻ. ഇന്ന് പകലിൽ നിനക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെങ്കിൽ തിരിച്ചറിയുവാൻ കഴിയാത്ത നിലയിൽ ഒരുപക്ഷെ ആ ഒരു ഡിസ്റ്റൻസിൽ നീ നിൽക്കുകയായിരിക്കാം. പക്ഷെ നിന്നെ അറിയുന്ന ഒരപ്പന ഇന്ന് പകലിൽ നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അവൻ പറയുക, എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? ഇന്ന് പകലിൽ അപ്പൻ നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്നൊരു ശബ്ദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. തിരുവനന്തപുരത്തിൽ വാക്യമുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആർക്കാ ചെവിയില്ലാതെ? ആർക്കാ ചെവിയില്ലാതെ? ഈ രണ്ട് സൈഡിൽ ഇരിക്കുന്ന കോളാമ്പി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് കേൾക്കേണ്ടതും കേൾക്കണ്ടാത്തതും കേൾക്കുന്ന സാധനമാണ് ഈ രണ്ട് ചെവി. പക്ഷെ കാതുള്ളവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിന്റെ അകത്തെ മനുഷ്യൻ്റെ ചെവി തുറന്നിരിക്കണം. ഇനി അത് തുറന്നിരുന്നുകൊണ്ട് കാര്യമായില്ല. ഈ അകത്ത് നീ കയറ്റി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിന്നോട് ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകൽക്കാലം ഓർപ്പിച്ചു, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം നിനക്ക് എത്രത്തോളം ആഗീരണം ചെയ്യാമോ, എത്രത്തോളം നിനക്ക് വായിക്കാമോ, എത്രത്തോളം നിന്റെ ഹൃദയത്തിൻ്റെ പലകമേൽ എഴുതി വെക്കാമോ, പ്രൈസ് ദി ലോർഡ്, ആവശ്യഘട്ടങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ആ വചനം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അത് നിന്റെ അകത്തെ മനുഷ്യൻ കേട്ടിട്ട് അത് നിന്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി തീർക്കും. നിനക്ക് വിടുതലാണോ വേണ്ടത്? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിനക്കൊരു ക്ലൻസിംഗ് ആണോ വേണ്ടത്? ഇന്ന് പകലിൽ ആ വചനം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ആ വചനം നിന്നെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, അവൻ കുരുടന്റെ കണ്ണ് തൊട്ടു, അപ്പോൾ അവൻ സൗഖ്യമായി. പഴയ നിയമ പുസ്തകത്തിൽ, ലേവ്യ പുസ്തകത്തിൽ വീണ്ടും നാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഞാൻ വേദഭാഗങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്ന ലേവ്യ പുസ്തകം 21-ാം അധ്യായം പ്രൈസ് ദി ലോർഡ് 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 21 വായിക്കണ്ട, 17 മുതൽ 18 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യാഗം അർപ്പിക്കുവാൻ പോലും കുരുടന്മാരോ ചെകിടന്മാരോ മുടന്തന്മാരോ ഇവരെ ഒന്നും അവിടെ അടുപ്പിക്കുക പോലുമില്ല. സ്തോത്രം. എന്നാൽ കാൽവറി യാഗത്താൽ സ്വർഗത്തിലെ അപ്പൻ അതെല്ലാം നമുക്ക് സാധ്യമാക്കി തീർത്തു. നമ്മുടെ ഫിസിക്കൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ലിമിറ്റേഷൻസ് ഒന്നും എൻ്റെ സ്വർഗത്തിലെ അപ്പന് വിഷയമല്ല. ഇന്ന് പകൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് അപ്പനോട് പറ, അപ്പ അങ്ങയ്ക്ക് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ അപ്പൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് പകലിൽ നിനക്കൊരു കാഴ്ച തരും. ഇത് ഇല്യൂമിനേറ്റിംഗ് പവർ, ഇത് ഇല്യൂമിനേറ്റിംഗ് ടച്ച് ഓഫ് അവർ ലോർഡ്. കാഴ്ച നൽകുന്ന ദൈവം. ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഐസ്, നമ്മുടെ ഈ കണ്ണുകളെല്ലാം 20/20 വിഷനിൽ നിൽക്കുകയാണ്. പക്ഷേ ആ 20/20 വിഷൻ കൊണ്ട് കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ വിടുതൽ, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എനിക്കും നിങ്ങൾക്കും കാണുവാൻ കഴിയാതിരിക്കുന്നു. എന്താ? അകത്തെ മനുഷ്യൻ, അകത്തെ കണ്ണ് കുരുടായിരിക്കുകയാണ്. ഈ അകത്തെ കണ്ണ് ഒന്ന് തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, നമ്മളെ ആരും നിർബന്ധിക്കണ്ട ആരാധനയ്ക്ക് വരാൻ. അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറന്നായിരിക്കുന്നതെങ്കിൽ, ആ ചെവി തുറന്നായിരിക്കുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആരും നിന്നെ നിർബന്ധിക്കണ്ട ആരാധനയ്ക്ക് കടന്നു വരാൻ. ആരും നിന്നെ നിർബന്ധിക്കണ്ട അവന്റെ സാക്ഷിയായി നിൽക്കുവാൻ. ആരും നിന്നെ നിർബന്ധിക്കണ്ട കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നിന്റെ കരങ്ങളെ നീട്ടുവാൻ.
ആരും നിന്നെ നിർബന്ധിക്കേണ്ട. നിന്റെ കൂടെ അവസ്ഥ അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് താങ്ങി നിർത്തുവാൻ അകത്തെ കണ്ണ് തുറക്കണം. ഇന്ന് പകലിൽ നമ്മളോട് തന്നെ ചോദ്യം, അപ്പം എൻ്റെ കണ്ണ്, എൻ്റെ അകത്തെ കണ്ണ് തുറന്നാണോ അതോ ഇരുളടഞ്ഞതാണോ? പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം ഇവിടെ ആരും, ഒരു ഗുരുടന്മാരും ഇവിടെ ഇരിപ്പില്ല. 20/20 വിഷൻ ഉള്ളവരിൽ അതിനേക്കാൾ നല്ലവരായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അവൾ ഇച്ചിരി കുറവുള്ളത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പക്ഷേ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിന്റെ അകത്തെ മനുഷ്യന്റെ കണ്ണ് കുരുടായിരിക്കുകയാ, അത് തുറക്കണം. അതിന് ഒരൊറ്റയാൾക്കേ കഴിയത്തുള്ളൂ, എൻ്റെ കർത്താവിന് മാത്രം. അതിനുവേണ്ടി എൻ്റെ അപ്പൻ ഈ താണലോകത്തിലേക്ക് വന്നത്. Praise the Lord. The illuminating touch of the Lord. Praise the Lord. Hallelujah. ഒരു വാക്യം യെശയ്യാ പ്രവചനം 35 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യം, 42 അധ്യായം അതിൻ്റെ 16 വാക്യവും. യെശയ്യാ പ്രവചനം 35 3 മുതൽ 5 വരെയുള്ള വാക്യം. ആ ആ ആ യെശയ്യാ പ്രവചനം 42 16 വാക്യം. ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തും, അവരറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുൻപിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. അതിൻ്റെ ആ വാക്യത്തിൻ്റെ ഹല്ലേലൂയ അടി നന്നായി വരയിട്ടിട്ട് ഈ പറഞ്ഞ വാക്യങ്ങളുണ്ടല്ലോ, ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. എന്താ? ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ പുറമേ ഉള്ള കണ്ണ് കുരുടായാലും പ്രൈസ് ദി ലോർഡ്, എൻ്റെ സ്വർഗത്തിലെ അപ്പൻ നിന്റെ അകത്തെ കണ്ണ് തുറന്ന് നിന്നെ അറിയാത്ത വഴിയിൽ നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ ഇന്ന് പകലിൽ അവനോട് പറയപ്പാ, എൻ്റെ അകത്തെ മനുഷ്യൻ, അകത്തെ കണ്ണ് നീ ഒന്ന് തുറക്കണം. അറിയാത്ത പാതകളിൽ സഞ്ചരിക്കുമാറാക്കും. ഇതുവരെ നീ സഞ്ചരിക്കാത്ത ദൈവമക്കളെ, പലപ്പോഴും നമുക്ക് സഞ്ചരിക്കാൻ കഴിയാത്തത്, നമുക്ക് സ്റ്റെപ്പുകൾ എടുത്തു വെക്കുവാൻ കഴിയാത്തത്, നമുക്ക് മുൻപോട്ടൊരു തീരുമാനമെടുത്ത് മുൻപോട്ട് അടുത്ത ചുവടുകൾ എടുത്തു വെക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം അകത്തെ മനുഷ്യൻ്റെ കണ്ണ് ഇപ്പോഴും കുരുടാ. പക്ഷേ ഒന്ന് തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ, സ്വർഗത്തിലെ അപ്പൻ നിന്നെ നയിക്കുവാൻ പോകുന്ന പാതകൾ നിന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പാതകളാ. പ്രൈസ് ദി ലോർഡ്. നീ അറിയാത്ത വഴിയിൽ നിന്നെ നടത്തും, അറിയാത്ത പാതകളിൽ നിന്നെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുൻപിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, തിരുവചനം നാം നോക്കുമ്പോൾ നമ്മുടെ ഈ കണ്ണ് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്കാന്ന് പറയും അല്ലേ? നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക. ഇത് മാത്രമല്ല കേട്ടോ, പ്രത്യേകം ഓർക്കണം കേട്ടോ, നമ്മളെപ്പോഴും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഫിസിക്കൽ സ്ട്രക്ചറാ നമ്മൾ ഏറ്റവും അധികം പ്രൈസിൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തുവാൻ, കാതുകളും കണ്ണുകളും ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്ന് ഗ്രഹിക്കുക, അതിനൊന്ന് ബലം പകരുവാൻ നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പ്രൈസ് ആ വചനത്തിൻ്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണ് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ വിളക്ക് മങ്ങിപ്പോയാലുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, നടപ്പ് ശരിയാകത്തില്ല. കാലെവിടെ വെക്കണമെന്ന് അറിയത്തില്ല. ഒക്കുവോ? കണ്ണ് കുരുടാണെങ്കിൽ കൈ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ പ്രവൃത്തി ശരിയാകത്തില്ല, ചിന്തകൾ ശരിയാകത്തില്ല, നിരൂപണങ്ങൾ ശരിയാകത്തില്ല. ഇന്ന് പകലിൽ ദൈവാത്മാവ് വിശുദ്ധ സഭയോട് ഓർപ്പിക്കുന്നു, നിന്റെ കാലുകൾ ആകാത്തിടത്താണ് വെക്കുന്നതെങ്കിൽ, നിന്റെ കരങ്ങൾ കൊണ്ട് ആകാത്ത പ്രവൃത്തിയിലാണ് നീ ഏർപ്പെടുന്നതെങ്കിൽ, നിന്റെ ചിന്തകളും നിരൂപണങ്ങളും എൻ്റെ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളിടത്താണ് നീ ചെയ്യുന്നതെങ്കിൽ, നിന്റെ കണ്ണും കാലും മുഖവും എല്ലാം കുരുടാ. സ്തോത്രം. അതുകൊണ്ടാ പറഞ്ഞത്, ഈ കണ്ണില്ലാതൊരു യാത്ര നമുക്കുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദ ഇല്ലുമിനേറ്റിംഗ് ടച്ച് ഓഫ് അവർ ലോർഡ്. നാലാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ അത് പറഞ്ഞങ്ങ് പോകാം.
മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, യഹോവയായ ദൈവം വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തും നമുക്ക് കാണുവാൻ കഴിയും. യേശു അടുത്ത് എന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഈ പറയുന്ന റെഫറൻസുകളുടെ മുകളിലും താഴെയുമുള്ള ഭാഗങ്ങൾ ശാന്തമായി വായിക്കണം. അവൻ തലപൊക്കി, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അവൻ യേശു അടുത്ത് എന്നു അവനെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട. ഇന്ന് പകലിൽ ചില വിഷയങ്ങൾക്ക് മുൻപിൽ നീ ഭയത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, എഴുന്നേൽക്കുവാൻ പോലും കഴിവില്ലാത്ത നിലയിൽ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ, എൻ്റെ സ്വർഗത്തിലെ അപ്പനോട് പറപ്പ, അങ്ങ് ഇന്ന് പകലിൽ എന്നെ ഒന്ന് തൊട്ടിട്ടേ ഇവിടുന്ന് മടക്കി അയക്കാവൂ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ദൈവികാലോചന അറിയിക്കുന്നത്. ആരെങ്കിലും ഒന്ന് വന്നൊന്ന് ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ, ആരെങ്കിലും ഒന്ന് വിളിച്ചൊന്ന് ബലപ്പെടുത്തിയിരുന്നുവെങ്കിൽ, ആരെങ്കിലും ഒരു കരം നീട്ടി ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുവാൻ ഒരു സഹായം തരുമെന്ന് കരുതിയ എത്രയോ നിമിഷങ്ങൾ ജീവിതത്തിൽ ഓർക്കുന്നു. ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ആരും ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നപ്പോ, ആരും ഒരു ദയ കാണിക്കാതിരുന്നപ്പോ, എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന എൻ്റെ അരുമനാഥന്റെ തലോടല ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ എന്നെ ബലപ്പെടുത്തിയത്. അതുകൊണ്ടാ പറയുന്നത്, ഇന്ന് ആ അപ്പന്റെ തലോടൽ നീ ഏൽക്കുന്നുവെങ്കിൽ നിന്റെ ഭയത്തെ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞിട്ട് നിന്നെ ബലത്തോടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാ. സ്തോത്രം. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന തൊഴിൽ. ഇന്ന് പകൽ ഒരു പക്ഷെങ്കിൽ ഈ 8 കാര്യങ്ങളും ഈ 8 ടച്ചും നമുക്ക് വേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒന്നെങ്കിലും ഇന്ന് പകലിൽ നമുക്ക് വേണം. ഞാൻ ഈ വേദഭാഗങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, 8 പോരാ എനിക്ക്. സ്തോത്രം. ഈ 8 പോരാ, ധാരാളം വേറെ ടച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ കർത്താവിൻ്റെ. പക്ഷെ ഞാൻ ഈ 8 കാര്യങ്ങൾ മാത്രം എടുത്തു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് പകലിൽ ധൈര്യപ്പെടുത്തുന്ന ആ തലോടൽ, ബലപ്പെടുത്തുന്ന ആ തലോടൽ. ഒരു പക്ഷെങ്കിൽ ഞാൻ ഒത്തിരി രാത്രികൾ ഇന്നും ഓർക്കുന്നു കേട്ടോ, രാത്രി അവസാനിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച ദിനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പം ഈ രാത്രി അവസാനിക്കല്ലേ, കാരണം അടുത്ത പ്രഭാതം ഫേസ് ചെയ്യുവാനുള്ള കഴിവ്, അതിനുള്ള ബലം എനിക്കില്ല. ദൈവസനിൽ പ്രാർത്ഥിച്ചിട്ട് കിടന്നു, പക്ഷേ പ്രഭാതം പൊട്ടി വിണർന്നു. പക്ഷെ പ്രഭാതത്തിൽ മുൻപോട്ട് നടക്കുവാനുള്ള ശക്തി ആ രാത്രിയിൽ ഞാനറിയാതെ എൻ്റെ മേലുണ്ട് സ്വർഗത്തിലെ അപ്പൻ പകർന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ അനുഭവിക്കുന്ന വിഷയം എത്ര സങ്കീർണമായാലും, നീ കടന്നു പോകുന്ന വിഷയം എത്ര സങ്കീർണമായാലും അപ്പൻ്റെ കരങ്ങളിൽ എടുപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നെ ബലപ്പെടുത്തുന്ന, ഇന്ന് പകൽ നിന്നെ ബലപ്പെടുത്തുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ കരം നിന്നെ തൊട്ടേ ഈ ആലയത്തിൽ നിന്നെ മടക്കി അയക്കുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. മാർക്കോസിന്റെ സുവിശേഷം 7:33 മുതൽ 30. ആ ആ ആ ആ തുറന്നു വരിക എന്നർത്ഥമുള്ള എഫഥ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആ വേദഭാഗം നമ്മളെ ഒന്ന് നോക്കിയ, സ്വർഗത്തേക്ക് അതിന് തൊട്ട് മുൻപുള്ള വാക്യം വന്നിട്ട് നമ്മളെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അവൻ അവരെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. അടുത്ത വാക്യം, സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. ആ വാചകം നിങ്ങൾ ശാന്തമായി നോക്കണം. സ്വർഗത്തിലെ അപ്പൻ സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ വിഷയത്തിൻ്റെ കാഠിന്യം അത്ര മാത്രമാ. സ്തോത്രം. അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫഥ. ശത്രു കഴിഞ്ഞ നാളുകളിൽ നിന്റെ കാലും കൈയും നാവും ചെവികളും സകലതും ബന്ധിച്ച് നിന്റെ നാവിനെ ചലിപ്പിക്കാതെ, നിന്റെ കാതുകളിൽ ദൈവത്തിൻ്റെ മഹത്വം കേൾക്കാതെ,
നിന്റെ കാലുകൾ കൊണ്ട് മുൻപോട്ട് കർത്താവിന് വേണ്ടി ഒരു ചുവട് എടുത്തു വെക്കുവാൻ കഴിവില്ലാത്ത നിലയിൽ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനത്തെ പ്രൈസലോ അഴിച്ചുവിടുവാൻ ഇന്ന് പകലിൽ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ദ ലിബറേറ്റിംഗ് ടച്ച് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ സ്വതന്ത്രമാക്കുന്ന ദൈവത്തിൻ്റെ തലോടൽ ഇന്ന് പകലിൽ നാം പ്രാപിക്കണം. പക്ഷെ ഒരു കാര്യം സമ്മതിച്ചേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഞാൻ കെട്ടപ്പെട്ട് കിടക്കുന്നവനാ. അതും നാം മനസ്സിലാക്കണം. അതും മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അകത്ത് കയറാതെ പറ്റില്ല. ഇതകത്ത് കയറാത്തോളത്തോളം കാലം കെട്ടിയതാണോ കെട്ടാത്തതാണോ കെട്ടപ്പെട്ടതാണോ എന്നൊന്നും അറിയത്തില്ല. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ വ്യക്തമായ സമയത്തിന് ചുരുക്കൊണ്ട് വളരെ വേഗത്തിൽ ഓടിപ്പോകുക. ഇന്ന് പകലിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നാം സ്വയമായി കെട്ടിയ കെട്ടുകൾ, ശത്രു നമ്മളെ കെട്ടിയ കെട്ടുകൾ, ഇന്ന് പകൽ രണ്ടിനെയും അഴിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നിന്റെ നാവിൻ്റെ ബന്ധനങ്ങളെയാണ് പലപ്പോഴും നമുക്ക് കർത്താവിനെ സ്തുതിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് കഴിയുന്നില്ല. ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് കഴിയുന്നില്ല. ആരാധിക്കാൻ ഒന്ന് ബലപ്പെട്ട് വരുമ്പം ഒന്നി കുഞ്ഞു കരയും, പ്രൈസ് ലോർഡ്, അന്നേരം അല്ലെങ്കിൽ പെട്ടെന്ന് ഓർക്കും, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, വീട്ടിൽ ഗ്യാസ് ഓഫ് ചെയ്തു. എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വന്നിരിക്കും, ഏതെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വരും. ആരാധനയ്ക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു കോള്, അതോടുകൂടി അന്നത്തെ ആരാധന സ്വാഹ. നീ ആരാധനയ്ക്ക് വന്നാ ഇന്ന് പകൽ നീ സ്വതന്ത്രനാകുന്ന ദിവസമാണ്. അതവനിഷ്ടമല്ല, അതവനിഷ്ടമല്ല. ശരീരത്തിൽ ക്ഷീണം വരുത്തും, ശരീരത്തിൽ തളർച്ച വരുത്തും. നമുക്കൊക്കെ ജോലി ചെയ്യേണ്ടത് ആവശ്യമാണ്. 7/24 വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. 7 ദിവസവും, ഞായറാഴ്ച ഞാൻ ചെയ്യത്തില്ല, 24 മണിക്കൂറും. ഓവർ ടൈം അല്ല കേട്ടോ, 8 മണിക്കൂറത്തെ പൈസ തരത്തുള്ളായിരുന്നു, പക്ഷെ ചെയ്തേ ഒക്കത്തുള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം. പക്ഷെ ഇന്ന് പകലിൽ നിന്റെ ആരാധനയ്ക്ക് തടസ്സമായി ഒന്നും നിൽക്കരുത്. നിന്റെ ആരാധനയ്ക്ക് തടസ്സമായി ഒന്നും നിൽക്കരുത്. ഇനി എന്തെങ്കിലും നിന്ന് അതിൽ നിന്ന് ലഭിക്കുന്ന നന്മ കയ്യിൽ നിൽക്കത്തില്ലെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. കാരണം ശത്രു നിന്നെ കെട്ടുകയാണ്, ഓരോ ദിവസം കെട്ടി വരികയാണ്, ഓരോ ദിവസം കെട്ടി വരിഞ്ഞ് മുറുക്കി നിന്റെ വിടുതലിന്, നിന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നീ എത്താതിരിക്കുവാൻ നിന്നെ വരിഞ്ഞു മുറുക്കുകയാ. ഇന്ന് പകൽ അപ്പന് വിട്ടുകൊടുക്കുക, അപ്പന് വിട്ടുകൊടുക്കുക. അപ്പൻ നിന്നെ വിടുവിച്ചു കഴിഞ്ഞാൽ, അപ്പൻ നിന്നെ സ്വതന്ത്രനാക്കി കഴിഞ്ഞാൽ, ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി കരുതും. ഉറപ്പായും പറയുന്നു, അപ്പന് വിട്ടുകൊടുക്കുക. നിന്റെ വിഷയങ്ങൾ അപ്പന് വിട്ടുകൊടുക്കുക. അപ്പൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ സകല വിഷയങ്ങൾക്കും മറുപടി സുനിശ്ചിതമാ. ദ ലിബറേറ്റിംഗ് ടച്ച് ഓഫ് അവർ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു കെട്ടിയ കെട്ടുകൾ ഇന്ന് പകൽ അപ്പനോട് പറ, എനിക്കതിൽ നിന്ന് സ്വതന്ത്രമാകണം, എനിക്കതിൽ നിന്ന് വിടുവിക്കപ്പെടണം, എനിക്കെൻ്റെ കർത്താവിനെ ആരാധിക്കണം. ആരാധിക്കേണ്ട മണ്ണം എൻ്റെ കർത്താവിനെ എനിക്ക് ആരാധിക്കണം. സ്തുതിക്കേണ്ട മണ്ണം എൻ്റെ കർത്താവിനെ എനിക്ക് സ്തുതിക്കണം. മറ്റുള്ളവർ സ്തുതിക്കുന്ന പോലെ എനിക്ക് സ്തുതിക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർ സ്തുതിക്കുന്നു, അവർ തുള്ളുവോ ചാടുവോ ഒക്കെ ചെയ്തോട്ടെ, പക്ഷെ എനിക്ക് വീണ് കിടന്ന് എൻ്റെ അപ്പനെ ആരാധിക്കണം. മർക്കോസ് 10:13. മർക്കോസ് 10:13 വളരെ വേഗത്തിൽ. നമുക്കറിയാം ആ ഭാഗം. ദ ബ്ലെസ്സിങ് ടച്ച് ഓഫ് അവർ ലോർഡ്. അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ തലോടൽ. ഇന്ന് പകൽ അപ്പൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അപ്പനോട് പറയാം, അപ്പ എൻ്റെ ഈ നെറുകമേൽ നിൻ്റെ കരമൊന്ന് വെക്കണം. ഭൗമിക നന്മകൾ ഒരുപക്ഷെ നിനക്ക് കണ്ടെന്നിരിക്കാം. ലോകപരമായ എല്ലാ ഉയർച്ചകളും നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ഉണ്ടെന്നിരിക്കാം. പക്ഷെ ഇന്ന് പകലിൽ
സ്വർഗത്തിലെ അപ്പൻ്റെ അനുഗ്രഹമില്ലാത്ത, സ്വർഗത്തിലെ അപ്പൻ തരാത്ത അനുഗ്രഹം എത്ര കുമിഞ്ഞുകൂടിയാലും നിനക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ ലോകം തരുന്ന നന്മകളെങ്കിലും സ്വർഗത്തിലെ അപ്പൻ്റെ തലോടൽ നിന്റെ മേലും നിന്റെ തലമുറകളുടെ മേലും പ്രൈസ് ദി ലോർഡ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറം, അതിനോട് തുലനം ചെയ്യുവാൻ മറ്റൊരനുഗ്രഹവുമില്ല. ഇന്ന് പകലിൽ അപ്പൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ആ അപ്പൻ്റെ കരം പ്രൈസ് ദി ലോർഡ് എൻ്റെ തലമേലൊന്ന് വെക്കണമേ എന്ന് ഒന്ന് പറയാമോ? യാക്കോബ് നിലവിളിച്ചതുപോലെ നമുക്കൊന്ന് നിലവിളിക്കാമോ? അപ്പ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നീ എന്നെ വിടരുതേ അപ്പ. ഈ ആലയം വിട്ട് ഇന്ന് നാം കടന്നു പോകുമ്പോൾ അപ്പനോട് പറ, അപ്പ എൻ്റെ പേരും എൻ്റെ കുടുംബത്തിൻ്റെ പേരും എൻ്റെ തലമുറകളുടെ പേരും എൻ്റെ സ്വർഗത്തിലെ അപ്പ അങ്ങയുടെ കരം ഒന്ന് തൊടുമാറാകണമേ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-14. ഞാൻ നിർത്തുക. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-14. അവളെ കണ്ടിട്ട് കരയേണ്ടെന്ന് പറഞ്ഞു. ഈ ഭാഗം നമുക്കറിയാം. നൈലിലെ വിധവയുടെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം കുഞ്ഞിൻ്റെ ശവശരീരവുമായി ഇതാ മുൻപോട്ട് പോകുന്ന രംഗം. വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രൈസ് ദി ലോർഡ് അനേക കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഈ കുഞ്ഞിനെ വിടുവിക്കുവാൻ കടന്നു വരികയാണ്. സ്വർഗത്തിലെ അപ്പൻ വിഷയമറിഞ്ഞു, വിഷയത്തെ തൊട്ടു, അവൻ ജീവനോടെ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ടച്ച് ഓഫ് ഹല്ലേലൂയ സ്തോത്രം, ലൈഫ് ഗിവിങ്, ജീവൻ തിരികെ കൊടുക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ തലോടൽ. ഇവിടെ ആരും മരിച്ചിരിപ്പില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് പകലിൽ നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മരിച്ച അവസ്ഥയിൽ നിന്ന്, നിൻ്റെ ഫിസിക്കൽ ബോഡിയിൽ ശത്രു വരിഞ്ഞു മുറുക്കി ഇനിയും ഇതിനൊരു ജീവനില്ലെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ അപ്പൻ പറയുന്നു, ഞാൻ തൊട്ടാൽ ഇതിന് ജീവൻ പ്രാപിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു. മെഡിക്കൽ സയൻസ് എഴുതി വെക്കട്ടെ, ലോകം മുഴുവൻ എഴുതി വെക്കട്ടെ, ഇനിയും ഒരു ജീവനില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അല്പനിമിഷങ്ങൾ കൂടെ കഴിയുമ്പോൾ ഭൂമിയിലേക്ക് മറവ് ചെയ്യുവാൻ കൊണ്ടുപോകുന്ന ആ പിഞ്ചു ബാലിനെ പ്രൈസ് ദി ലോർഡ് എൻ്റെ കർത്താവ് എത്രയോ മൈലുകൾ യാത്ര ചെയ്ത് കടന്നു വന്ന് തൊട്ട് സൗഖ്യമാക്കി, അല്ല ജീവൻ കൊടുത്ത് തിരികെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്. യായിറോസിന്റെ ഭവനത്തിലേക്ക് വാഴ്ത്തപ്പെട്ട കർത്താവ് വരുമ്പോൾ കാതുകൾ കേട്ടൊരു ശബ്ദമുണ്ട്, അവൾ മരിച്ചു. സ്തോത്രം. ലോകരെന്തും പറയട്ടെന്ന്, ലോകരെന്തും പറയട്ടെ, പക്ഷെ കർത്താവ് വന്ന് അകത്തേക്ക് കയറ്റേണ്ടവരെ കയറ്റിയിട്ട് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാ. മനുഷ്യരുടെ മുൻപിൽ ജീവച്ഛവമായതായിരിക്കാം. സ്വർഗത്തിലെ അപ്പൻ പറയുന്നു, ഇല്ല, മരിച്ചിട്ടില്ല, ഉറങ്ങുകയാ. ഇന്ന് പകലിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ നിന്റെ ജീവിതത്തെ കർത്താവ് ഹല്ലോവിൻ്റെ കരങ്ങളിൽ എടുത്തിരിക്കുകയാ. എൻ്റെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കുഞ്ഞെ നിന്റെ ശരീരത്തെ എൻ്റെ കർത്താവ് തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ പോകുക. എൻ്റെ കർത്താവിൻ്റെ മഹത്വം നിന്റെ ശരീരമാകുന്ന പരീക്ഷണശാലയിൽ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, അപ്പാ ഹിയർ ഐ ആം, എന്നെ ഉപയോഗിക്ക, അങ്ങയ്ക്കിഷ്ടമുള്ളതുപോലെ, അങ്ങയ്ക്കിഷ്ടമുള്ളതുപോലെ ഇതിനെ മാറ്റിയെടുക്കുവാൻ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മരണത്തിൽ നിന്നുള്ള ജീവൻ. ഒടുവിലായി മത്തായി സുവിശേഷം 8:15. മത്തായി സുവിശേഷം 8:15. മത്തായി 8:15. മതി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമുക്കറിയാം ഇത് പത്രോസിൻ്റെ അമ്മായിയമ്മ. അവൻ അവളുടെ കൈ തൊട്ടു. അപ്പോൾ കർത്താവിൻ്റെ തൊടിയില്ല, പനി അവളെ വിട്ടു. സ്തോത്രം എന്ന് പറഞ്ഞാൽ അവിടെ ജീവിതത്തെ ഒന്ന് റീസ്റ്റോർ ചെയ്തു. ഇതുവരെ പനി പിടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു, പനി അവളെ വിട്ടു. അവിടെ കൊണ്ട് തീർക്കാമായിരുന്നു ആ വേദഭാഗം. പിന്നെന്തിനാ അടുത്ത എഴുതിയേ? എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. പലരും റീസ്റ്റോറേഷന് വേണ്ടി ഭയങ്കര കരച്ചില്ല. നിന്നെ റീസ്റ്റോർ ചെയ്യുന്നതിന് കർത്താവിൻ്റെ ഉദ്ദേശമുണ്ട്.
നിന്റെ ജീവിതത്തെ റീസ്റ്റോർ ചെയ്യുന്നതിന് കർത്താവിനൊരു പ്ലാനുണ്ട്. അതെന്താണെന്നറിയാമോ? അവൻ്റെ ശുശ്രൂഷ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഡിവൈൻ പ്ലാൻ ആൻഡ് പർപ്പസ് ഓഫ് യുവർ ലൈഫ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിനുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അവൻ്റെ ശുശ്രൂഷക്കാരായി അവൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുക. ഇത് മാത്രമാ. ബാക്കി കാണുന്നത് മുഴുവൻ ഗിമിക്സാ. അതിന് എത്ര പ്രവാചകന്മാർ വന്ന് പറഞ്ഞാലും, എത്ര ഓവർസിയർ വന്നു കഴിഞ്ഞാൽ, എത്ര സൂപ്രണ്ടൻറ്റൻ്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര ജനറൽ പ്രസിഡന്റ് പറഞ്ഞാലും, ഇന്ന് പകലും നമ്മുടെ മുൻപിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഒരൊറ്റ കമ്മീഷനേ ഉള്ളൂ. അവൻ്റെ സാക്ഷികളായി നിൽക്കുക, അവൻ്റെ ശുശ്രൂഷക്കാരായി നിൽക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ സ്വർഗത്തിലെ അപ്പൻ്റെ തലോടലാൽ റീസ്റ്റോർ ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ പർപ്പസ് പൂർത്തീകരിക്കേണ്ടതിന് അവൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ നാം ഏൽപ്പിച്ചു കൊടുക്കണം. ഏത് ടച്ചാ ഇന്ന് പകൽ വേണ്ടത്? ദ ക്ലെൻസിങ് ടച്ച്, പ്രൈസ് ദി ലോർഡ്, ദ ഹീലിംഗ് ടച്ച്, ദ ഇല്യൂമിനേറ്റിംഗ് ടച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. The reassuring, comforting touch, or the liberating touch, or the blessing touch, or the touch of life-giving, or the touch that restores your strength and give back your purpose. എന്താ ഇന്ന് പകൽ വേണ്ടത്? One or more or all of the above. അവൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഈ ആലയം വിട്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പോകുക. കർത്താവിൻ്റെ ദാസൻ മുൻപോട്ട് കടന്നു വന്ന് ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കണ്ണുകൾ ഒരു നിമിഷം ദൈവസ്ഥലിൽ നിന്ന് അടച്ചിട്ട് അപ്പനോട്, ആരും മൗനമായിരിക്കാതെ അപ്പനോട് പറയാം, അപ്പാ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ തലോടൽ എനിക്ക് വേണം. ഈ ആരാധനാലയം വിട്ട് ഞാൻ കടന്നു പോകുന്നതിന് മുൻപ് 2026 മാർച്ച് മാസം 1-ാം തീയതി ഈ ആരാധന കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് എനിക്ക് അങ്ങയുടെ ഒരു സ്പർശനം, അങ്ങയുടെ ഒരു തലോടൽ എനിക്ക് ആവശ്യമാണ്. ഇതാണ് എൻ്റെ വിഷയം, ഇതാണ് എൻ്റെ വിഷയം. അങ്ങ് ആ വിഷയത്തിന്മേൽ തൊടണം, അങ്ങ് ആ വിഷയത്തിന്മേൽ തൊടണം. ഇന്ന് സ്വർഗത്തിലെ അപ്പൻ ഈ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ എൻ്റെ അപ്പൻ എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ല നാം അവൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ വിടുതലുണ്ട്. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവ് തൊട്ടിട്ടുണ്ടെങ്കിൽ, അവനെ തൊട്ടിട്ടുണ്ടെങ്കിൽ വിടുതൽ ഉറപ്പാ. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ